സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഇന്ന് പറയാനുള്ളത്, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ചില ആൾക്കാർ ചിന്തിക്കുന്നത് അച്ഛനെ എങ്ങനെ തള്ളിപ്പറയാം. അങ്ങനെ അച്ഛനെ തള്ളിപ്പറയുക, ചില ആൾക്കാർ അച്ഛനുമായി തെറ്റിയിട്ട് വരിക. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ കാണിക്കുന്ന മറ്റൊരു പരിപാടി എന്താണെന്നറിയാം, എങ്ങനെ ഈ അമ്മയെ കൊണ്ട് രണ്ടാം വിവാഹം കഴിപ്പിക്കാം. അങ്ങനെ അമ്മയുടെ രണ്ടാം വിവാഹം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വീഡിയോ ചെയ്ത് പിന്നീട് അത് വൈറലാകും, നല്ല രീതിയിൽ ആൾക്കാർ കാണും. മക്കളെ എല്ലാവരെയും നിങ്ങളാണ് മക്കള് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങനെ സ്നേഹം കൊണ്ട് മൂടും. അങ്ങനെയൊക്കെയുള്ള ഒരു വ്ളോഗറുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒരു മകളാണ്, അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനൽ വലിയ ആൾക്കാരൊന്നും കാണാത്ത ഒരു ചാനലാണ്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ന് പറഞ്ഞാൽ ആ ചാനൽ അങ്ങ് കത്തിക്കയറി. വേറെ ഒന്നുമല്ല, 59 വയസ്സ് പ്രായമുള്ള തൻ്റെ അമ്മയെ പിടിച്ചങ്ങ് കെട്ടിച്ചു. അങ്ങനെ ഇവരെല്ലാവരും പറയുന്നൊരു കാര്യം എന്താണ്, അതായത് അമ്മയ്ക്ക് അവസാന കാലത്തൊരു കൂട്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു ജീവിതം, അച്ഛൻ്റെ മരണശേഷം അമ്മ ഏകാഗിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ കാര്യങ്ങളെല്ലാം പറയും. ഏതായാലും ആ അമ്മ ഇപ്പോഴും പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു, അമ്മയുടെ ഹോം ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അതിൽ ഈ അമ്മ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങേര് ഡയറ്റിൻ്റെ ഒരാളാണ്. അതുകൊണ്ട് വീട്ടിലൊരു സാധനം പോലും വാങ്ങിക്കത്തില്ല. അതായത് ചായയില്ല, കാപ്പിയില്ല, സാമ്പാറില്ല, ചോറില്ല. പിന്നെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പാർട്ടി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ അമ്മയ്ക്ക് വല്ല ആഹാരവും വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ പറ്റുന്നത്. അതായത് ഒരു അടിച്ചേൽപ്പിക്കുന്ന ഒരു അടിമത്തം പോലെയാണ് അങ്ങേര് പെരുമാറുന്നത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അയാൾക്കൊന്നും വേണ്ട, അയാൾക്കൊന്നും തിന്നാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആ സ്ത്രീയെ കൂടി എന്തിനാണ് പട്ടിണി കിടുന്നത്. അവര് നല്ല രീതിയിൽ ഇവിടുന്ന് സാമ്പാറും ചോറൊക്കെ കഴിച്ച് വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ച് നല്ല എൻജോയ് ചെയ്തിരുന്ന അമ്മ ഇപ്പോഴും കോലം കെട്ടുപോയി. അമ്മയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് കരഞ്ഞു പോകും. ഇപ്പോഴമ്മയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ചേർന്നിട്ട് പഞ്ഞിക്കിടുവോ എന്നുള്ളൊരു ഭയം അമ്മയ്ക്ക് നല്ല രീതിയിലുണ്ട്. അതുമാത്രവുമല്ല, ഒരാളെ വിവാഹം കഴിച്ച് അയാളുടെ മരണശേഷം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ യൂട്യൂബും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊരു വലിയ പ്രശ്നമായി തീരുന്നത്. ഒരു തേങ്ങാക്കൊലിയില്ല, 60 വയസ്സ് കഴിഞ്ഞിട്ട് ഒന്നും തിന്നാതെ ഡയറ്റ് പ്ലാൻ ചെയ്ത് ജീവിക്കുക പോലും ഇവന്മാർ ഈടുന്ന ഒന്നിനി. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഈ 60-ാം വയസ്സിൽ എന്ത് ഡയറ്റാണ് ഇവർ പ്ലാൻ ചെയ്യേണ്ടത്? 60 വയസ്സിൽ നല്ല രീതിയിൽ തിന്നിട്ടെങ്ങ് മരിച്ചോളൂ എന്നല്ലാണ്ട് പിന്നെ ഇവരെന്താണ് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്? ഒരു 10-80 വയസ്സ് വരെ നമ്മൾ ജീവിക്കുള്ളൂ. ഈ 60 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം എൻജോയ് ചെയ്യേണ്ടിയാണ്. അത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ എന്തെങ്കിലും തിന്നാൽ നമ്മൾ മരിച്ചു പോവോ, എന്തെങ്കിലും തിന്നു കഴിഞ്ഞാൽ നമ്മൾ രോഗിയായി പോവോ, എന്തെങ്കിലും തിന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതായി പോവോ എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്യുന്നറിയാം, പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റോട് ഡയറ്റാണ്. അങ്ങനെ ഒരു കെണിയിലാണ് ഈ അമ്മ പോയി പെട്ടിരിക്കുന്നത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഈ അമ്മയ്ക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അവിടുന്ന് എങ്ങനെയും ഒന്ന് ചാടണം. അമ്മയ്ക്ക് മര്യാദയ്ക്ക് ഒറ്റയ്ക്കുള്ള ജീവിതമാണ് അമ്മ ഇഷ്ടപ്പെടുന്നതെന്ന് ഇന്നലെ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോഴും മനസ്സിലായി. നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി, പക്ഷേ മകൾക്ക് മനസ്സിലാവില്ല. മകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരണം, എന്നിട്ട് ഈ ഒരു ചാനലിൽ ഇങ്ങനെ ഇൻ്റർവ്യൂ എടുക്കണം, അത് നാട്ടുകാരെ കാണിക്കണം, അപ്പോഴും കിട്ടുന്ന ഒരു വ്യൂസും കാര്യങ്ങളും. ഇത് തന്നെയാണ് അവരുടെ ഒരു എന്താ പറയേണ്ടത്, മക്കളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ. പക്ഷേ അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല. അയാളുടെ മുഖത്ത് നോക്കിയിട്ട് അത് പറയാനുള്ളൊരു ധൈര്യവുമില്ല. അയാൾ കഴിക്കുന്നത് 2 നട്ട്സാണെന്നാണ് പറയുന്നത്. അത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൂല, ചോറുണ്ടാക്കൂല, അതുപോലെ തന്നെ രാത്രി ഭക്ഷണങ്ങളില്ല, ചായയില്ല, കാപ്പിയില്ല. എന്തൊരു ജീവിതം ഇത്! ആ അമ്മ എത്രമാത്രം നല്ല രീതിയിൽ, അതുമാത്രവുമല്ല അമ്മയുടെ ഭർത്താവ് ഹോട്ടലിൻ്റെ മുതലാളിയാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫുഡൊക്കെ അടിച്ച് ജീവിക്കുന്ന ഒരു അമ്മയെ 60 വയസ്സാകുമ്പോൾ അമ്മ ഡയറ്റ് എടുത്തോ, അമ്മ ഡയറ്റ് എടുത്തോ. എന്നിട്ട് മകള് പറയാ അമ്മയ്ക്ക് ഇപ്പോഴും ഒരു അസുഖവും ഇല്ല. കാരണം എന്താ പറയുക, എന്തെങ്കിലും തിന്നണ്ടേ. ആ അമ്മ മെലിഞ്ഞു ഉണങ്ങി വരുവായിന്ന്. ആ അമ്മ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് മരിച്ചു പോകുന്നേ എനിക്ക് പറയാനുള്ളൂ. അമ്മാതിരി പോകൃത്തരമാണ് ആ കൂടെയുള്ള ആൾ കാണിക്കുന്നത്. അയാൾക്ക് വേണ്ടി തിന്നണ്ട. അയാൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ലോക പിശുകനാണ്. അങ്ങേർക്കെന്ന് പറഞ്ഞാൽ ഒന്നും വാങ്ങിക്കാൻ കഴിയില്ല. ഇവിടെ എങ്ങനെയാണോ 4 മണിക്കൊക്കെ 2 കായ് വറുത്തതോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എണ്ണക്കടികളോ ഒന്ന് തിന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് എന്നാ പറയേണ്ടത്, അങ്ങ് ചത്തുപോകത്തൊന്നുമില്ല. പക്ഷെ ഇതെന്താണെന്നറിയാം, അങ്ങേര് തിന്നൂല. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയും തിന്നാറില്ല. ഇപ്പോഴും പാർട്ടി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമല്ലോ, വല്ലവൻ്റെയും കല്യാണോ അല്ലെങ്കിൽ പെരേ കൂടലോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരലോ ഫംഗ്ഷനോ ഇങ്ങനെ എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഞെട്ടിപ്പോയി എന്നേ പറയാനുള്ളൂ. അതായത് ആ അമ്മയോട് ചെയ്തിരിക്കുന്നത് വലിയ ദ്രോഹമാണ് മക്കള്. ഇങ്ങനെയൊന്നും ഒരു അമ്മയോട് ചെയ്യാൻ പാടില്ല.
യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടണം, അതുപോലെ തന്നെ അതിലൂടെ ഒന്ന് വൈറലാകണം എന്ന് കരുതിയിട്ട് മകള് കണ്ടെത്തിയ ഒരു മാർഗം മാത്രമാണ്. അല്ലാതെ ഒരു തേങ്ങാക്കൊലിയില്ല. അതിൻ്റെ ചുവട് പിടിച്ചിട്ട് നിരവധി ആൾക്കാർ എൻ്റെ മക്കൾ എപ്പോഴാണ് എന്നെ കെട്ടിക്കുക എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ പൊന്നു അമ്മമാരെ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് 60 വയസ്സാണ് പ്രായമെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടാൻ നിൽക്കരുത്. കാരണം എന്താ, നിങ്ങളുടെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുക്കളയാണ്. അവിടെ അടുക്കള പണിക്ക് ഇങ്ങേർക്ക് ഒരാൾ വേണം. അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഇതുമില്ല. അതിലും നല്ലത് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പാകം ചെയ്ത് സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളെയും കളിപ്പിച്ച് ഇനി ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല സീരിയലൊക്കെ കണ്ട് ജീവിക്കുന്നതാണ്. അതായത് വല്ലവൻ്റെയും അടിമയായിട്ട് ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ ആ അമ്മ ഒരു അടിമയായി മാറിയിരിക്കുകയാണ്. അയാളുടെ ഇഷ്ടം മാത്രമാണ് അയാൾ നോക്കുന്നത്, വേറൊരാളുടെ ഇഷ്ടം നോക്കുന്നില്ല. അയാളെ പോലെ നട്സ് തിന്നിട്ട് ജീവിക്കാൻ വേറെ ആർക്കെങ്കിലും കഴിയടോ? അങ്ങനെയാണ് അയാളെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. വെറുതെ അല്ല അയാളെ എന്താ പറയേണ്ടത്, എനിക്ക് തോന്നുന്നത് അയാളെ മക്കൾ തന്നെ അയാളെ ഒഴിവാക്കാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കും. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മക്കൾ തന്നെ വിചാരിച്ചു ഇയാളെ കൊണ്ടുള്ള ശല്യം കല്യാണം കഴിപ്പിച്ചാൽ തീരുമല്ലോ എന്ന്. അതുപോലെ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഇന്നലെ മകള് ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മകളും അവർക്കിട്ടൊരു പണി കൊടുത്തിരിക്കുകയാണ്. കാരണം ഇന്നലെ അതിൻ്റെ അകത്ത് വന്നിട്ട് അങ്ങേരെ പൂരം തെറിയ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായ കമൻ്റാണ് ഇടുന്നത്. അത് മകള് കൃത്യമായിട്ട് അറിഞ്ഞു കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയെങ്കിലും ഒരു 10 കിലോ അരി വേണമെങ്കിൽ ഞാൻ സ്പോൺസർ ചെയ്യാം. അതായത് വേണമെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുതരാം. എന്നാലും നിങ്ങൾ പറയണം എവിടെയാണ് നിങ്ങളുടെ നാട്, എവിടെയാണെന്ന് വിചാരിച്ചാൽ പറഞ്ഞാൽ മതിയായിരുന്നു. അത്രമാത്രം കഷ്ടം തോന്നി ആ അമ്മയെ കാണുമ്പോഴേ. അമ്മയാകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങി, എന്താ പറയേണ്ടത്, എത്ര നല്ല ഒരു അമ്മയായിരുന്നു എന്നറിയാം. കല്യാണം കഴിയുമ്പോൾ അവരെത്ര നല്ല ജീവിത സൗകര്യത്തിൽ, അവർ വളരെയധികം സന്തോഷത്തിൽ ജീവിച്ച അവർക്ക് മക്കളെ കണ്ടെത്തി കൊടുത്തത് ഒരു ദുരിത ജീവിതം തന്നെയാണ്. ഇനിയിപ്പോഴാരും ഇങ്ങനെയുള്ള പരിപാടി പറഞ്ഞു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആ ഒരു വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലായി അത്രമാത്രം ആ സ്ത്രീ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടുക്കളക്കാരിയെയും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വൃത്തിയാക്കാനും വീട് അടിച്ചു വാരാനും ഒരാൾ മാത്രമാണ്. അല്ലാതെ അങ്ങേരുടെ ജീവിതത്തിൽ പോയിട്ട് ഇവർക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആഹാരം ഇല്ലെങ്കിൽ തന്നെ തീർന്നില്ലേ കഥ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ പിന്നെ അങ്ങേരെന്താ പറയേണ്ടത്, എനിക്കൊന്നും വേണ്ട, നീ എന്തെങ്കിലും എടുത്ത് വേണമെങ്കിൽ കഴിച്ചോളൂ, നിനക്ക് വേണ്ടെങ്കിലും വേണമെങ്കിൽ ചോറ് കഴിച്ചോളൂ എന്ന് പറയണ്ടേ? അതൊന്നും ഇങ്ങേര് പറയാറില്ല. ഇങ്ങേരൊരു സാധനം വാങ്ങിക്കാറില്ല. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേര് 5 പൈസ ഇറക്കാത്ത ഒരാൾ തന്നെ. ശരിക്കും ആ അമ്മ എപ്പോഴാണ് ഇനി അവിടുന്ന് ചാടുന്നതെന്ന് പറയാൻ പറ്റൂല. അമ്മ മിക്കവാറും സ്വന്തം വീട്ടിലേക്ക് ഓടി വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എൻ്റെ പൊന്നു മക്കളെ, ഇങ്ങനെ സ്വന്തം വീടൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. നിങ്ങളല്ലാതെ എന്ന് പറഞ്ഞാൽ ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കരുത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ പൈസക്ക് വേണ്ടിയിട്ടാക്കുന്നതാണ്. അതുപോലെ സാധാരണക്കാരൊന്നും കയറിയിട്ട് അങ്ങ് വീണേക്കല്ലേ. ഉള്ള കാര്യം പറയാം, മനസമാധാനം എപ്പം പോയി എന്ന് ചോദിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ അമ്മ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഇയാളുടെ സ്വഭാവം ഇതുപോലെയാണെങ്കിൽ ഈ അമ്മ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 5 കൊല്ലം കൊണ്ട് ഈ അമ്മ 5 കൊല്ലമൊന്നും വേണ്ട, ഒരു 5 കൊല്ലാകുമ്പോഴേക്ക് അമ്മ ഏകദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കോലം നിങ്ങൾ കണ്ടോ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 1 കൊല്ലം പോലും ആയില്ല, അപ്പോഴേക്ക് അമ്മയുടെ കോലം നിങ്ങൾ ആലോചിച്ച് നോക്ക്. എവിടെയോ 2 യാത്ര പോയി, അല്ലെങ്കിൽ എവിടെയോ കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് പണമുണ്ട് എന്ന് കരുതിയിട്ട് ഒരു കാര്യവുമില്ല. തിന്നാനും കുടിക്കാനും വല്ലതും വാങ്ങിച്ചു കൊടുക്കുന്ന വീടാണെങ്കിലും ഓക്കെ. ഇതെന്ന് പറഞ്ഞാൽ പാലില്ല, ചായയില്ല, ചോറില്ല, ഒന്നുമില്ല. ആകെ എന്ന് പറഞ്ഞാൽ 2 നട്ട്സ് കൊടുക്കുമ്പോൾ അത് തിന്നോളാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ചിക്കൻ മേണിക്കും, ഇയാൾക്ക് തോന്നിയാൽ മട്ടൻ മേണിക്കും. അവരുടെ ഒരു ഇതുമില്ല. നമ്മളൊക്കെ എന്താ കരുതുക, അതായത് രാവിലെ 2 ഇഡ്ഡലിയും സാമ്പാറൊക്കെ അടിച്ച് ഉച്ചയ്ക്ക് കുറച്ച് ചോറും മീൻ കറിയും പിന്നെ രാത്രി 2 ചപ്പാത്തിയും കറിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല സുഖത്തിൽ ജീവിച്ച ഒരമ്മ ഈ വയസ്സാം കാലത്ത് എന്ന് പറഞ്ഞാൽ ഇനി ആർക്ക് വേണ്ടിയിട്ടാണോ ഡയറ്റ് നോക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഡയറ്റ് നോക്കുന്നത്? ഇങ്ങനെ തിന്നാണ്ട് കുടിക്കാണ്ട് ഡയറ്റ് നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേസ്റ്റ് തരമായ വർത്താനാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങേരെന്ന് പറഞ്ഞാൽ ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മിക്കവാറും അങ്ങേര് പുറത്തിറങ്ങിയിട്ട് നല്ല രീതിയിൽ തട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങേരക്കെന്ന് പറഞ്ഞാൽ ഡയറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങേർക്ക് സാധനം വാങ്ങിക്കാൻ മടിയാണ്, അല്ലാതെ വേറെ ഒരു ഇതുമില്ല. പിശുക്കാണ് ശരിക്ക്, നല്ല രീതിയിൽ പിശുക്കുന്ന ഒരാൾ തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ത്രീയെ വിഷമിപ്പിക്കോ? നിങ്ങളൊന്ന് പറ. എന്തെങ്കിലും ഒരു കണിക സ്നേഹം അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ വിഷമിപ്പിക്കോ? ഇപ്പോഴും കല്യാണം കഴിഞ്ഞ പാട് എന്തൊക്കെയായിരുന്നു ഇവരെ കോലാഹലങ്ങൾ, എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചത്. 60 വയസ്സായ ഒരമ്മയെ കൊണ്ട് ഇവരെന്തെല്ലാം കോപ്രായങ്ങൾ കെട്ടിച്ചാടുന്ന ഈ മക്കൾ. ഇങ്ങനെയുള്ള മക്കൾ ഇല്ലാതിരിക്കുന്ന ആ ഭേദമെന്നേ ഞാൻ പറയുള്ളൂ. അമ്മാതിരി തൊട്ടിത്തരാണ് ശരിക്കും മക്കൾ കാണിച്ചിരിക്കുന്നത്. ആ അമ്മയെ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് ഒരു സന്തോഷവും ഇല്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തൂടെ, അമ്മേ നിങ്ങൾക്കിവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്നാ മകള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരനെ കൈയടിച്ചേനെയാടുന്നേ.
ആ അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഊരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിലെന്ന് പറഞ്ഞാൽ അങ്ങേര് സമ്മതിക്കത്തില്ല ചിലപ്പോഴും. അതുപോലെ തന്നെ നാട്ടുകാർ സമ്മതിക്കൂല, വീട്ടുകാർ സമ്മതിക്കൂല. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കിയിട്ട് കാര്യം പോയിട്ടുണ്ടെങ്കിൽ പൊങ്കാലയായിരിക്കും എന്ന് അമ്മക്കറിയാം. അതുകൊണ്ട് അമ്മ സോഷ്യൽ മീഡിയയെ ഭയന്നും നാട്ടുകാരെ ഭയന്നും മക്കളെ ഭയന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും കരഞ്ഞുപോയി. നമ്മളൊക്കെ മനുഷ്യന്മാർ എത്രത്തോളം ആയുസുണ്ട് നമുക്കൊന്നും അറിയില്ല. ഇപ്പം നാളെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോകാം. മരിച്ചു പോകുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് നമ്മളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്ഷണമൊക്കെ കഴിക്കില്ലേ വേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് എപ്പാന്ന് പറയാം 60 വയസ്സിന് മേലെയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 60 വയസ്സുകാരെ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കാനും മക്കളെ കല്യാണവും പ്രസവവും കാര്യങ്ങളും ഇതെല്ലാം നോക്കും. അതിനുശേഷം 60 കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒരു പണിയും ഉണ്ടാവില്ല. മക്കളെല്ലാം സെറ്റിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോഴും ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാലും ഭാര്യ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ അവർ ജീവിക്കും ഒറ്റയ്ക്ക്. അവർക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിച്ച് അവരങ്ങനെ നല്ല എൻജോയ് ചെയ്ത് ജീവിക്കും. ഇതങ്ങനെയാണോ? ഇങ്ങനെ ഒരു സാധനം കൊടുക്കത്തില്ല എന്നല്ലേ പറയുന്നത്. അമ്മാതിരി ഒരു മനുഷ്യനാണെന്ന് കഷ്ടം തോന്നിയായിരുന്നു. ഇനിയെങ്കിലും മക്കളോട് പറയുകയാണേ, ഇമ്മാതിരി കോപ്രായം കൊണ്ടൊന്നും ആരും വന്നേക്കല്ലേ. ഉള്ള കാര്യം ഞാൻ പറയാം. അടുത്ത വീഡിയോയിൽ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പം നന്ദി, നമസ്കാരം.